ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പറയാൻ വന്ന ഒരു കൊറിയൻ ഡ്രാമയാണ്. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രാമയാണ്. ലവ് ഡ്രാമയാണ്, പക്ഷെ എന്നാലും സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചെറിയ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. അവനെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് സംസാരിക്കാൻ പോയി. സോ അതുകൊണ്ട് തന്നെ അവൻ ഒരു ആപ്പ് ഉണ്ടാക്കുകയാണ്. ആ ആപ്പിന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ലവ് അലാറം. എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ആ ആപ്പ് ഇപ്പോൾ ആ പയ്യന്റെ കയ്യിലും ആ പെണ്ണിന്റെ കയ്യിലും ഉണ്ടെങ്കിൽ ആ പെണ്ണിന്റെ അടുത്ത് കൂടെ ആ പയ്യൻ പോയാൽ ആ ഗേളിന് ആ ബോയോട് ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ അവിടെ ആ ലവ് അലാറം ഓൺ ആവും. അതേപോലെ ആ പയ്യന് ഈ പെണ്ണിനോട് ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ ആ പെണ്ണിന്റെ ഫോണിൽ അലാറം ഓൺ ആവും. സോ അതാണ് കോൺസെപ്റ്റ്. സോ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ചെയ്യണമെന്ന് അവർ രണ്ടുപേരും പറയാതെ തന്നെ അറിയും. സോ അതാണ് പ്ലാനിങ് എല്ലാവരുടെ. ഇങ്ങനൊരു ആപ്പാണ് ആ പയ്യൻ അവന്റെ ലവ് പറയാൻ വേണ്ടി ഉണ്ടാക്കിയത്. ആ ആപ്പിനെ അവൻ വേൾഡ് വൈഡ് റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ വേൾഡ് വൈഡ് ഒരുപാട് പേര് ആ ആപ്പ് ഡൗൺലോഡ് ഒക്കെ ചെയ്ത് വെക്കുകയാണ്. ബില്യൺ ഡൗൺലോഡ്സ് ഒക്കെയാണ് ആ ആപ്പിൽ നടക്കുന്നത് തന്നെ. എല്ലാം ഇങ്ങനെ പേടി തന്നെ ആയിപ്പോയില്ല ദൈവമേ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ആ ആപ്പ് ഉണ്ടാക്കിയിട്ട് 4 വർഷമായി തികഞ്ഞിരിക്കുകയാണ്. അപ്പൊ 4 വർഷം തികഞ്ഞതിന്റെ ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ ഒരു സ്ഥലത്ത് ആഘോഷിച്ചപ്പോഴാണ് ഈ ആകാശത്ത് ഇങ്ങനെ ഈ മേഘങ്ങൾ കൊണ്ട് ആ ലവ് ആപ്പിന്റെ ആ സിമ്പിൾ ഉണ്ടല്ലോ, ഐക്കൺ. സോ ഐക്കൺ ഇങ്ങനെ ആ ഒരു മേഘം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഇടത്തിൽ നമ്മൾ ഹീറോയിൻ ജോജോയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഒരുമാതിരി നിൽക്കുകയാണ്. ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോഴാണ് അവളുടെ ഫ്രണ്ടിൽ 2 പയ്യന്മാരെ വരുന്നത് കാണുന്നത്. അത് കണ്ട് അവൾ ടെൻഷൻ അടിക്കുകയാണ്. അത് കാണിച്ച ശേഷം അടുത്തായിട്ട് കാണിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഫോണൊക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും നമ്മുടെ അടുത്ത് ക്രഷ് ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോഴാണ് ഹീറോയിൻ ജോജോന്റെ ഫോണിൽ ഇങ്ങനെ 10 മിനിറ്റിനുള്ളിൽ നിന്റെ അടുത്ത് ആർക്കും ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോണിൽ കാണിക്കുന്നത്, സിമ്പിൾ കാണിക്കുന്നത്. സോ ഇവൾക്കൊന്നും ആരും അറിയാൻ പറ്റില്ല. സോ അങ്ങനെ ഇവളെ അവിടെ നിന്ന് പോവുകയാണ്. സോ അതിനുശേഷം 4 വർഷം മുൻപായിട്ടുള്ള സീനാണ് ഇപ്പൊ കാണിക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ വിചാരിക്കാം. അങ്ങനെ ഈ ആപ്പ് റിലീസായിട്ട് ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ 1 ബില്യൺ കണക്കിന് ആൾക്കാരാണ് ഈ ഫോളോ ചെയ്തതും ഡൗൺലോഡ് ചെയ്തത് ഈ ആപ്പ്. സോ ഈ ആപ്പ് എന്ന് പറഞ്ഞ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് ഡെവലപ്പ് ചെയ്തത്. അവന്റെ ഫേസ് ഇപ്പൊ നമുക്ക് കാണിച്ചിരുന്നില്ല, അവന്റെ ആ ഒരു റൂം മാത്രമേ ഇപ്പൊ കാണിക്കുന്നുള്ളൂ നമുക്ക്. സോ അങ്ങനെ ആ ആപ്പ് ഫുള്ള് വേൾഡ് വൈഡ് റീച്ച് ആവുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു സ്കേറ്റിംഗ് ചെയ്യുന്ന സ്ഥലമുണ്ട്. സോ അവിടെ 3 പെൺപിള്ളേർ നിൽക്കുകയാണ്. സോ അതിലൊരു പെണ്ണാണ് നമ്മുടെ ഹീറോയിൻ ജോജോ. അവളൊരു ഫ്രണ്ടും ഉണ്ട്. ആ ഫ്രണ്ട് ആ ഒരു പയ്യനോട് ക്രഷും ഉണ്ട് അവൾക്ക്. സോ ആ പയ്യൻ അങ്ങോട്ടേക്ക് വരികയാണ്. സോ ഇവളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ലവ് അലാറം ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പ് ഓൺ ചെയ്തിട്ട് ആ പയ്യന്റെ അടുത്തേക്ക് പോവുകയാണ്. ആ പയ്യനും അങ്ങനെ ആ അലാറം ഇങ്ങനെ ഓൺ ആക്കുകയാണ്. അങ്ങനെ 10 മീറ്റർ ഏകദേശം ഡിസ്റ്റൻസ് എത്തിയപ്പോൾ തന്നെ 2 പേരുടെ ഫോണിലും അലാറം കേൾക്കുകയാണ്. ഇത് കണ്ട് 2 സന്തോഷിച്ചിട്ട് 2 മനസ്സിലായി 2 അങ്ങോട്ടും ഇങ്ങോട്ട് ഫീലിംഗ്സ് ഉള്ള കാര്യം തന്നെ. അത് കഴിഞ്ഞ ശേഷം അടുത്ത സീൻ കാണിക്കുന്നത് തന്നെ നൈറ്റ് ആണ് കാണിക്കുന്നത്. ഹീറോയിൻ ജോജോയ്ക്ക് വേറൊരു ഫ്രണ്ടും ഉണ്ട്. അവളെ കൂടെ ഹീറോയിൻ നടന്നു പോവുകയാണ്. ഇനി ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത് എന്റെ ഫോൺ ഒരു പഴയ ഫോണാണ്, ഒരു പഴയ വർഷമായിട്ടുള്ള ഫോണാണ്. സോ ആ വർഷനിൽ ഈ ആപ്പ് സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് ട്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് ജോജോ തിരിച്ചു പോവുകയാണ്. സോ അവിടെ നിന്ന് നോക്കിയാൽ എയർപോർട്ടിൽ നിന്നൊരു പയ്യ വരികയാണ്. ആ പയ്യന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ സുൻഹു എന്നാണ്. സുൻഹു ഫോറിനിലാണ് പഠിച്ചത്. സോ ഫോറിനിൽ പഠിച്ചിട്ട് സുൻഹു തിരിച്ച് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സുൻഹുവിന്റെ അമ്മ ഒരു ആക്ട്രസും അച്ഛനൊരു പൊളിറ്റീഷ്യനുമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരൊരു റിച്ച് ഫാമിലി ആണെന്നുള്ള കാര്യം. സുഹു വന്ന ഉടനെ കാണാൻ പോകുന്നത് അവന്റെ ഫ്രണ്ടിനെയാണ്. സോ അങ്ങനെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്ന സമയം അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. ഹീറോയിൻ അങ്ങനെ ട്യൂഷന് പോകണമെന്ന് പറഞ്ഞ സമയത്ത് ട്യൂഷന് പോകാതെ റെസ്റ്റോറന്റിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിരിക്കുന്നത് അത് കാണിക്കുന്നത്. ഈ സൂഹുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ചിയാങ് അവിടെ ജോലി ചെയ്യുന്നത്. സോ ഈ ചിയാങ്ങിനാണെങ്കിൽ ഈ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഈ ജോജോയുടെ അടുത്ത് ചെറിയൊരു ക്രഷ് ഉണ്ട്. ക്രഷ് മാത്രമല്ല 1 സൈഡ് ആയിട്ട് ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ വെച്ച് റെസ്റ്റോറന്റ് ഫ്രണ്ടിലായിട്ട് ഈ സൂഹു ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. പക്ഷെ സിയാങ് അവരെ നില കാത്തിരിക്കുന്നത്. സിയാങ് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. അങ്ങനെ സൂഹു ഇത് കണ്ടിട്ട് സൂഹു അവനെ ഫോൺ ചെയ്തിട്ട് അവൻ ഫോണും പോലും എടുക്കുന്നില്ല. അതേസമയം തന്നെ ഹീറോയിനെ അങ്ങോട്ട് ഇറങ്ങുന്നത് അവൻ കാണുകയാണ്. അങ്ങനെ അവൻ ഹീറോയിനെ ഫോളോ ചെയ്ത് സൈക്കിളിൽ പോവുകയാണ്. ഹീറോയിനെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബാക്കിൽ തന്നെ സിയാങ്ങിനെ സൂഹു കൂടെ ഫോളോ ചെയ്യുകയാണ്. അവസാനം ഹീറോയിനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ സിയാങ് നിൽക്കുകയാണ്. ഇവളാണെങ്കിൽ ഇങ്ങനെ അവിടെ സൈഡിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ ഇങ്ങനെ ഒരു തവള ഉണ്ടാക്കുന്നത് നമുക്കറിയും, ഈ പേപ്പറിൽ തവള ഉണ്ടാക്കുന്നത്. സോ അത് ഉണ്ടാക്കിയിട്ട് ഇവളിങ്ങനെ കളിച്ച് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് അവനും ഇങ്ങനെ ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ സൂഹു സൈഡിൽ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. ഐ മീൻ കാറിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ബസ് വന്നിട്ട് നമ്മുടെ ജോജോ കയറി പോവുകയാണ്. കയറി പോകുന്ന വഴിയിൽ വിൻഡോ സൈഡിൽ കൂടെ നമ്മുടെ ജോജോ നോക്കുന്നത് കാറിലിരിക്കുന്ന സൂഹയാണ്. സൂഹ അങ്ങനെ ഹീറോയിനെ നോക്കുന്നുണ്ട്, ഹീറോയിനെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. 2 പേരും ചെറിയൊരു ഐ കോൺടാക്ട് ഒക്കെ നടക്കുകയാണ്. സോ അതെല്ലാം കഴിഞ്ഞ ശേഷം ബസ് അങ്ങനെ ക്രോസ് ആയി പോവുകയാണ്. അവിടെ വെച്ച് തന്നെ അവർക്ക് രണ്ടും ചെറിയൊരു സ്പാർക്ക് വരികയാണ്. അവിടെ നിന്ന് സിയാൻ അങ്ങനെ വേഗം സൈക്കിൾ ഓട്ടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം തന്നെ സിയാന്റെ അമ്മ സൂഹുവിന്റെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഈ സിയാനും സൂഹും കുട്ടിക്കാലത്തിൽ തന്നെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഈ സൂഹ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് സൂഹനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനി ഇത്ര ലേറ്റ് ആണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, പാർട്ട് ടൈം ആയിട്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇത്ര ലേറ്റ് ആകുന്നത് പറയുകയാണ്. സൂഹ അങ്ങനെ ആഹാരം കൊടുക്കുകയാണ്. നിനക്ക് വേണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സോ ഇവിടെ വെച്ച് നമുക്ക് ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് അച്ഛനമ്മയില്ല. അച്ഛനമ്മ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവൾ താമസിക്കുന്നത് അവളുടെ ആന്റിയുടെ വീട്ടിലാണ്. അവളുടെ ആന്റിക്ക് സ്റ്റോർ റൂം ഉണ്ട്. ആ സ്റ്റോർ റൂം എപ്പോൾ നൈറ്റ് ആകുന്നത് വരെ ഈ ഹീറോയിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്നത്. അവൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, നൈറ്റും ജോലി ചെയ്യുന്നുണ്ട്. സോ ആ ടൈമിൽ അവൾ ഫോണിലെ സമയം നോക്കിയപ്പോൾ കറക്റ്റ് 12 മണി ആയിട്ടുണ്ടായിരുന്നു. ആ കടയിൽ എക്സ്പയർ ആയിട്ടുണ്ടല്ലോ, എക്സ്പയർ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവളിങ്ങനെ പറക്കിയെടുക്കുകയാണ്. എല്ലാ സാധനവും ഒരു ദിവസം ആയതുള്ളൂ എക്സ്പയർ ആയിട്ട്. സോ ആ എക്സ്പയർ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പറക്കി എടുത്തിട്ട് ഇവളിങ്ങനെ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം കാണിക്കുന്നത് നമുക്ക്
സൂഹാൻ സിയാങ് കൂടെ രണ്ടുപേരും ഒരേ ബെഡിലാണ് കിടക്കുന്നത്. സിയാങ്ങിന്റെ അമ്മ വന്നിട്ട് അവരെ വിളിച്ചുണർത്തിയിട്ട് സൂഹാനെ വിളിച്ചുണർത്ത് സ്കൂളിൽ പോകാൻ ടൈമായി എന്ന് പറഞ്ഞപ്പോൾ സൂഹാനെ ഒരു ചവിട്ട് കൊടുത്തിട്ട് നിനക്ക് ഇത്രയും സ്ഥലം ഉണ്ടല്ലോ, നീ ഇവിടെ വന്ന് കിടക്കുന്നത് ചോദിക്കുകയാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ചെറിയ വഴക്കൊക്കെ ആവുകയാണ്. അതെല്ലാം കഴിഞ്ഞ ശേഷം കളിക്കുന്നത് വഴക്ക് മീൻസ് ചുമ്മാ ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള അങ്ങോട്ട് സംസാരമൊക്കെ ആവുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം സൂഹു തിരിച്ച് സ്കൂളിലേക്ക് വരികയാണ്. സ്കൂളിലേക്ക് വന്നപ്പോൾ തന്നെ അവൻ കാണാൻ നല്ല സൗന്ദര്യമായത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾക്കൊക്കെ ക്രഷ് അടിക്കുകയാണ്. സോ അപ്പോഴാണ് അവൻ്റെ ഫോണിൽ ലവ് അലാറം ഭയങ്കര റിങ്ങാകുന്നത്. സോ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അസാൾട്ട് അടിക്കുന്നത് അത് വെക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം അടുത്ത സീൻ കഴിക്കുന്നത് ഇത് സെക്കൻഡ് ഒരു പയ്യനെ കാണിക്കുകയാണ്. അവൻ തിരിച്ച് ചെയ്ത ഒരു പയ്യനെ അടിച്ച് ഇങ്ങനെ കളിക്കുക, ഒരു കരാട്ടെ അതേപോലെ കാണിക്കുകയാണ്. എന്നിട്ട് അവൻ വേഗം ഇങ്ങനെ ഓടി വരികയാണ്. ആ സ്ഥലത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്, ഹീറോയിൻ ജോജോ. ഈ പയ്യനും ഈ ഹീറോയിനും ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആ ഒരു രീതി ഇരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ അടുത്ത്, ഈ ജോജോയുടെ അടുത്ത്, ഈ ഹീറോയിൻ്റെ അടുത്ത് ഈ ചോദിക്കുകയാണ്, ഞാൻ അടിച്ചത് കണ്ടോ പയ്യനെ, ഭയങ്കര നോക്കൗട്ടൊക്കെ ആക്കി അടിച്ചെടുക്കുകയാണെന്നൊക്കെ പറയുകയാണ്. നീ നോക്കിയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹീറോയിൻ നോക്കി എന്നൊക്കെ പറയുകയാണ് ക്ഷീണത്തോടെ. നമുക്കിന്ന് വൈകുന്നേരം എങ്ങോട്ടും പോവാമെന്ന് അവൻ ചോദിച്ചപ്പോൾ ഇല്ല, ഇന്ന് സമയമില്ല എന്ന് ഹീറോയിൻ പറയുകയാണ്. എനിക്ക് ട്യൂഷനെ കൊണ്ടുവരാം, അതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറയുകയാണ്. ആ സമയത്ത് കൊണ്ട് തന്നെ ഹീറോയിൻ ആരോ ടീച്ചർ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവൾ ക്ലാസ് റൂമിലേക്ക് ഓടി പോവുകയാണ്. ഇവളിങ്ങനെ ഓടിപ്പോകാൻ നേരത്തെ പെട്ടെന്ന് മേളിൽ സൂഹ നിൽക്കുകയാണ്. സൂഹയ്ക്ക് അപ്പം തന്നെ മനസ്സിലായത് ഇന്നലെ കണ്ട പെൺകുട്ടിയാണെന്നുള്ള കാര്യം. സോ വീണ്ടും ഇന്നലെ കണ്ടതുപോലെ തന്നെ രണ്ടുപേരും കൂടെ ഭയങ്കര ഐ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അന്താ വിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ പയ്യെ മേളിൽ കയറി പോയിട്ട് അവിടെ നിന്ന് നോക്കുകയാണ്. അവൻ തിരിഞ്ഞ് നോക്കുന്നില്ല, അങ്ങ് പോയി. എന്നിട്ട് അവൾ ടീച്ചറെ കാണാൻ വേണ്ടി പോവുകയാണ്. ടീച്ചറിനെ എന്തിനു വിളിച്ചെന്ന് ചോദിച്ചപ്പോൾ ആ ടീച്ചർ പറഞ്ഞത്, നീ എന്ത് സ്കൂളിൽ ട്രിപ്പിൽ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ, ഞാൻ എൻ്റെ നാടാണ് സാർ, അത് അങ്ങോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സാറ് ചോദിക്കുകയാണ്, നീ പിന്നെ എന്ത് വൈകുന്നേരം ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ പൈസയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അയ്യോ അതൊന്നും അല്ല സാർ, ഞാൻ ഡയറ്റാണ് സാർ, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. സോ അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് എന്തോ ഒരു ഫീലിങ്സോടെ തനിയെ ഒറ്റയ്ക്ക് ഇരുന്നതിന് ശേഷം എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ആ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ഓർമ്മ വന്ന് പോകുന്നത്. അപ്പോൾ തന്നെ അവൻ്റെ കണ്ണാടി വെച്ച പെൺകുട്ടി ഉണ്ടല്ലോ, ആ കണ്ണാടിക്കാരി അവള് വന്നിട്ട് എടി ഇവിടെ നോക്കിയാൽ ഇവനാണ് പുതിയതായിട്ട് വന്ന സൂഹു എന്ന് പറഞ്ഞ പയ്യൻ എന്ന് പറയുകയാണ്. ഇവൻ ചെറിയ വയസ്സിൽ നിന്ന് മോഡലാണെന്നൊക്കെ പറയുകയാണ്. സോ ഹീറോയിനും അവൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞ ബാഗിൽ നിന്ന് ഫുഡ് എടുത്തപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം എക്സ്പയർ ആയില്ലേ, ആ ഫുഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഫുഡ് പെട്ടെന്ന് അവളുടെ ഫ്രണ്ട് അവളെ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് നീ തരൂലെന്ന് പറഞ്ഞ് അവള് വാങ്ങിച്ച് കഴിച്ചപ്പോഴാണ് നിനക്ക് എന്തെങ്കിലും കുഴപ്പമായിട്ട് തോന്നുന്ന ഫുഡില്ല. അപ്പോൾ അങ്ങനെ തോന്നുന്നില്ല, നല്ല ഫുഡാണല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് സൂഹയും യാൻസുനെ കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും സ്കൂളിന്റെ ബാക്ക് സൈഡിലെ ഗ്രൗണ്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യാൻസുവിന്റെ ഫോണിന് നീ ഇത്തിരി ഒരു നാളിൽ അങ്ങനെ ഫേമസ് ആയി കണ്ട എന്നൊക്കെ ചോദിച്ച് ഈ ഫോണിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിനും ഫ്രണ്ട്സും ആ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ ഹീറോയിൻ നേരെ നോക്കുന്നത്, ഹീറോയിൻ മീൻസ് ജോജോ നേരെ നോക്കുന്നത് ഒരു പയ്യ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. അവൻ കുറെ നേരം കൊണ്ട് ആകർഷത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ അങ്ങനെ ആകർഷിച്ചിട്ടൊന്നും കാണാനില്ല. ഹീറോയിൻ അങ്ങനെ പെട്ടെന്ന് ഫോൺ നോക്കിയപ്പോൾ 12:30 അലാറം അടിച്ചു. സോ അതെന്താണോ നോക്കിയപ്പോൾ ഈ ആകാശത്ത് ഈ ലവ് അലാറത്തിന്റെ ഡിസൈൻ ഉണ്ടല്ലോ, അത് വീണ്ടും ആകാശത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആകാശത്ത് ആ മോഡൽ കാണിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അവിടെ വെച്ച് എല്ലാ ഹീറോയിനും സൂഹയും യാൻസും എല്ലാവരും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പം മറ്റേ ഒരു ഒറ്റയ്ക്കുന്ന പയ്യ ഉണ്ടല്ലോ, അവൻ മേളിൽ പോയിട്ട് നേരെ നോക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞാൽ ഹീറോയുടെ കസിനാണ്. ഹീറോയുടെ കസിൻ ഉണ്ടല്ലോ ഈ ആകാശത്ത് നോക്കി ഈ ഭയങ്കര സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, രസിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് കണ്ടിട്ട് അത് ഇവനും അവളെ രസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവൾ ആകാശത്ത് നോക്കി സന്തോഷത്തോടെ ആശ്ചര്യത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ഇവ രസിക്കുന്നു, അത്രേ ഉള്ളൂ. സോ അവിടെ നമുക്ക് മനസ്സിലാവും ആ പെണ്ണെ ഈ പയ്യൻ വൺ സൈഡായിട്ട് ലവ് ചെയ്യുകയാണ്. അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിന്റെ കസിനും ഫ്രണ്ട് എല്ലാം തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. സൂഹയും ആ വഴി കൂടെ പോവുകയാണ്. അപ്പോഴാണ് അവനെ നോക്കിയിട്ട് അവനെ നോക്കടി എന്ത് സുന്ദരനാണ് അവൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൈറ്റ് അടിക്കുകയാണ്. അപ്പോഴാണ് ഒറ്റയ്ക്ക് ഒരു പയ്യ എപ്പോഴെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ മേലോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും പറഞ്ഞില്ലേ. സോ ആ പയ്യെ ഒരു പെണ്ണ് ഇങ്ങനെ ഇടിച്ചിട്ട് പോവുകയാണ്, മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. അതിനെ കണ്ണൊന്നും കണ്ടുവിടാന്ന് വെച്ച് തിരിച്ചവൾ വഴക്ക് പറഞ്ഞപ്പോൾ അവൻ സോറി എന്ന് പറഞ്ഞിട്ട് അവളുടെ കസിൻ ഉണ്ടല്ലോ, നമ്മളെ ഹീറോയിന്റെ കസിനെ നോക്കി അവൾ ചിരിക്കുകയാണ്. അവളൊന്നും ഒരുമാതിരി പുച്ഛത്തോടെ എന്താ പറയിട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് അടുത്തായിട്ട് കളിക്കുന്നത് സൂഹയും സിയയും കൂടെ മറ്റേ കാറിൽ സംസാരിച്ചിട്ട് പോവുകയാണ്. അതേ സ്ഥലത്താണ് ഹീറോയിൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് കാണുന്നത്. അപ്പോഴാണ് സൂഹ ഡ്രൈവറിന്റെ അടുത്ത് പറയുന്നത് ആ പെണ്ണൊന്ന് ഫോളോ ചെയ്യാൻ പറയുന്നത്. സോ ഇത് കേട്ട സിയ ഒരുപാട് ഷോക്കായി പോയി. എന്ത് നീ ആ പെണ്ണെ ഫോളോ ചെയ്യാൻ പറയുന്നത് ചോദിച്ചപ്പോൾ, നീ ആ പെണ്ണെ ലവ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അപ്പം സിയാങ് പറയുന്നത് കള്ളത്തരം പറയുകയാണ്. അല്ല ഞാൻ ആ പെണ്ണെ ലവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞപ്പോൾ ഓക്കെ എന്നാലും ആ പെണ്ണെ ഫോളോ ചെയ്യാൻ സൂഹം പറയുകയാണ്. സോ എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവളെ ഫോളോ ചെയ്തുകൊണ്ട് പോകുകയാണ്. അവളെ എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞാൽ ആന്റിയുടെ വീട്ടിലാണ് പോയത്. അവൾക്ക് അമ്മ അച്ഛനും ഇല്ലല്ലോ. സോ അവൾ ആന്റിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. സോ അങ്ങോട്ടാണ് അവൾ പോയത്. സോ ആ വീട് കണ്ടപ്പോൾ ഒരു വലിയ വീട്, കടയൊക്കെ ഉണ്ട്, വലിയ കടയൊക്കെ ഉണ്ട്. സോ ഇത് അവൻ പറയുന്നത് ഇവള് പണക്കാരിയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നല്ല അവൻ ഒരുമാതിരി നോക്കിക്കൊണ്ട് തിരിച്ചിരിക്കുന്നത് സിയാൻ. ഹീറോയിൻ അങ്ങനെ വീട്ടിലൊന്ന് കിടക്കുകയാണ്. എന്നിട്ട് കിടന്നിട്ട് കുറച്ചിട്ട് കഴിഞ്ഞ് കടയിൽ പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കസിനുള്ളിൽ വന്നപ്പോൾ ഹീറോയിൻ അയച്ച് താഴെ കടയിൽ പോകാൻ നേരത്ത് കസിൻ പറയുകയാണ് ലൈറ്റ് അണച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞപ്പോൾ ലൈറ്റ് അണച്ചിട്ട് ഹീറോയിനി സ്റ്റോറിൽ പോവുകയാണ്.
സോ അടുത്ത ദിവസം നമുക്ക് സിയാനെ കാണിക്കുകയാണ്. സിയാൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഭയങ്കര ഫാസ്റ്റ് സൈക്കിളോട്ടി സ്കൂളിൽ വരികയാണ്. അവങ്ങനെ മോൻ കഴിവിട്ട് പെട്ടെന്ന് പുറകിലായിട്ട് സോങ് വന്നിട്ട് എന്താ നീ ഇന്നലെ എന്റെ കാറിൽ വരാത്തത്, ഞാൻ അതിൽ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അതിൽ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് സിയാൻ പറയുന്നത്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നിന്നെ ഞാൻ ദേഷ്യപ്പെടുന്നത്, നിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് എന്തിനെന്ന് വെച്ചുകൊണ്ട് എന്നെ കൂടെ തോളി കൈയിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോവുകയാണ്. സോ അടുത്തതായിട്ട് കാണിക്കുന്നത് നൈറ്റാണ്. നൈറ്റില് ഹീറോയിൻ ആണെങ്കിൽ ജോലി തന്നിരിക്കുകയാണ്. സോ ആ സമയത്ത് നമുക്ക് സിയാനെ കാണിക്കുകയാണ്. അവനും ഇങ്ങനെ ചിക്കനൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിയാങ്ങിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ടേബിൾ 6 ചിക്കൻ ചോദിക്കുന്നുണ്ട്, നീ അവിടെ ഒന്ന് കൊടുക്കാൻ പറയുകയാണ്. സോ അവൻ ഒന്നും പറയാതെ തലയാട്ടിയിട്ട് ചിക്കൻ എല്ലാം കൊടുത്ത് ആ ജോലി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ എന്നും പോകുന്നത് പോലെ അവൾ സ്റ്റോറിലേക്ക് പോയിട്ട് അവളിങ്ങനെ ബുക്ക് നോക്കിയപ്പോൾ ബുക്കിൽ ചെറിയ എൻവലപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ആ എൻവലപ്പ് കവറിൽ ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ഫീസാണ്. സോ സ്കൂൾ ഫീസ്, ലഞ്ച് ഫീസ്, അങ്ങനെ കുറെ ഫീസാണ്. സോ അതിലുള്ള ലഞ്ച് ഫീസ് എടുത്തിട്ട് അവളുടെ അമ്മൂമ്മയ്ക്ക് വേണ്ടി ഒരു എൻവലപ്പ് ഉണ്ട്. സോ അതിലേക്ക് ആ ലഞ്ച് ഫീസ് എടുത്ത് വെക്കുകയാണ്. സോ അതുകൊണ്ടാണ് സ്കൂളിൽ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തത്. ആ സാർ ചോദിച്ചില്ലേ നീ എന്താ കാര്യം ഫുഡ് കഴിക്കാത്തത്, പൈസ ഇല്ലെന്ന്. സോ ഇതാണ് റീസൺ. പിന്നെ ഇവർക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവൻ ഇവർക്ക് മെസ്സേജ് ഇടുകയാണ്, നമുക്ക് നാളെ എവിടെയെങ്കിലും വെളിയിലൊക്കെ പോവാം. അപ്പോഴാണ് അവൾ പറയുന്നത്, ഇല്ല പറ്റില്ല, നാളെ എനിക്ക് ട്യൂഷൻ ഉണ്ട്, ഉറപ്പായിട്ട് പോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവള് വീണ്ടും അവനെ അവോയ്ഡ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് സിയാങ് സൈക്കിളിൽ പോയപ്പോൾ സൂഹുവിന്റെ ഡ്രൈവർ അവിടെ വന്നു. സൂഹുവിന്റെ ഡ്രൈവർ എന്നാലൊരു PA അങ്ങനെ ഒരാളായിട്ടാണ് നിൽക്കുന്നത്, വെറും ഡ്രൈവർ മാത്രമല്ല. അപ്പം ഇങ്ങേര് സിയാങ്ങിട്ട് ചോദിക്കുകയാണ്, നിനക്ക് പെണ്ണ് ഇഷ്ടമല്ലെന്ന് ചോദിക്കുകയാണ്. അയ്യ അങ്ങനെയൊന്നുമില്ല, ഞാൻ ലവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പറയണ എന്തുകൊണ്ടെന്നാ സൂഹുവിന് അവളോട് ചെറിയ ക്രഷുണ്ട്. സോ ഇനി നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവനോട് പോയി പറയണം, അവസാനം അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്ന് പറയുകയാണ്. ഇവിടെ അങ്ങനെ കുറച്ച് ആലോചിച്ചിട്ട് ഇല്ല ഞാൻ ലവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. സോ അടുത്ത പ്രാവശ്യം കളിക്കുന്നത് സ്കൂളിലാണ്. സ്കൂളിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിന്റെ കസിൻ ഉണ്ടല്ലോ, ക്യൂട്ടായി ഡാൻസ് ഒക്കെ കളിച്ച് അത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പോസ്റ്റ് കൊണ്ട് കഴിക്കുകയാണ്. അവളുടെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഡാൻസർ അതൊക്കെയാണ്. ആ സ്ഥലത്ത് മറ്റേ ആ പയ്യനുണ്ടല്ലോ, ആ ഒറ്റയ്ക്ക് പോകുന്ന ഒരു പയ്യൻ. സോ അവന് വീണ് നോക്കിക്കൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. അതിനുശേഷം നമുക്ക് കളിക്കുന്ന സൂഹുനാണ്. സൂഹു ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. അതേസമയം നടന്നു വരുന്ന ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ആണ് വിൽസക്ക്. സോ അവൻ ജൂജു നീ എവിടെയാണ് വിളിച്ചിരിക്കുന്നത്, നീ പെട്ടെന്ന് വെളിയിൽ വാ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുകയായിരുന്നു. അപ്പോഴാണ് സൂഹു നിന്റെ ബോയ് ഫ്രണ്ട് ഞങ്ങളുടെ അലറി വിളിക്കുന്നത്, പയ്യെ സംസാരിക്കാൻ എന്ന് പറയുകയാണ് ആളുടെ അടുത്ത്. നോക്കിയപ്പോ ഹീറോയിനെ അവിടെ വിളിച്ചിരിക്കുന്നത്. ഹീറോയിൻ ഷോക്കായി, അവൻ കണ്ടുപിടിച്ചത് കാരണം. അപ്പൊ നിനക്ക് അറിയാമോ ഞാൻ ഇവിടെ വിളിച്ചിരിക്കുന്നതെന്ന്. ആ കരിഞ്ഞു പോയ മരത്തിന്റെ ഇടയിൽ ആർക്ക് വിളിച്ചിരുന്നാലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അവൻ പറയുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വരികയാണ്. അപ്പൊ തന്നെ അവള് അവിടെ നിന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ സൂഹു അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് എടാ നിന്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് തന്നെ സൂഹുവിനെ നോക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ട് അവള് പോവുകയാണ്. സോ അങ്ങനെ അവളെ ഫോളോ ചെയ്തിട്ട് ഈ വിൽസക്ക് പയ്യനും ഇങ്ങനെ പുറകെ പോയപ്പോ അപ്പൊ അവള് പറയുകയാണ്, എടാ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ചു പോവുകയാണ്. ഇത് ഈ സൂഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്തായിട്ട് നമുക്ക് ഹീറോയിനെ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ് കളിക്കുന്നത്. ഹോസ്പിറ്റലിൽ അവൾ ഇങ്ങനെ ഒരു ബില്ല് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്, അത് എന്റെ മുത്തശ്ശിക്ക് ഒട്ട് വയ്യ, നന്നായിട്ട് കെയർ ചെയ്യുക എന്നൊക്കെ പറയുകയാണ്. എന്നൊക്കെ പറഞ്ഞ് കാശും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. സോ അവിടെ നിന്ന് നമുക്ക് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അവളെ ഹീറോയിൻ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അച്ഛനമ്മ മരിച്ചപ്പോൾ അവളുടെ മുത്തശ്ശിയാണ് അവളെ നോക്കിയത്. അവൾക്ക് ഫുഡെല്ലാം കൊടുത്തതും വെള്ളം കൊടുത്തതും എല്ലാം മുത്തശ്ശിയാണ്. സോ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഭയങ്കര ഫീൽ ചെയ്ത് ഇരിക്കുകയാണ്. സോ അപ്പോഴാണ് അവളുടെ ഫോണിൽ മെസ്സേജ് വരുന്നത്, ഫ്രണ്ട് മെസ്സേജ് ഇടുന്നത്, എടി വാ നമുക്ക് എവിടെയെങ്കിലും പോവാം, ഇത് ഒരു മെസ്സേജ് ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ അത് നോക്കിയിട്ട് റിപ്ലൈ ഒന്നും കൊടുക്കാതെ അങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അതേ സ്ഥലത്തോട്ട് നമ്മുടെ സൂഹു നടന്നു വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് അവൻ കാണുന്നത്. അപ്പൊ അവളുടെ ബസ് വരികയാണ്, പക്ഷെ അവൾ ബസ്സിൽ കയറുന്നതുമില്ല. സോ അങ്ങനെ അവള് ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബസ് സ്റ്റാൻഡിന്റെ പുറകിലോട്ട് നടന്നു പോവുകയാണ്. സോ അതേസമയം നമുക്കിപ്പോ സിയാങ്ങിനെ കാണിക്കുകയാണ്. അവനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ തവള പോലെ ഇങ്ങനെ ഉണ്ടാക്കി കളിക്കില്ല. സോ അതേപോലെ ഇവനും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കളിക്കുകയാണ്. അവൻ പിന്നെ എന്താ ആലോചിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് അവന്റെ സൈക്കിൾ എടുത്തിട്ട് ബസ് സ്റ്റാൻഡ് അടുത്ത് വരികയാണ്. സോ അവിടെ നോക്കുമ്പോൾ ഹീറോയിനെ കാണാനേ ഇല്ല. സോ ഹീറോയിൻ ഇപ്പൊ കാണിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ അവൾ എങ്ങോട്ടേക്കോ ഭയങ്കര വിഷമത്തോടെ നടന്നു പോവുകയാണ്. സോ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആരോ പിന്നാലെ വരുന്നത് പോലെ ഫീൽ ആയി അവർക്ക്. സോ അങ്ങനെ അവൾ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് സോ അവിടെ വേറെ ആരുമില്ല, നമ്മുടെ സുഹുവായിരുന്നു. അങ്ങനെ സുഹുവിനെ നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുകയാണ്, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് തരുന്നത്? എന്നെ കണ്ടാൽ ഞാൻ നിന്നെ ഫോളോ ചെയ്ത് തരുന്നവരോട് എനിക്ക് തോന്നുന്നതെന്ന് അവൻ ചോദിക്കുകയാണ്. ഇല്ല എന്റെ വീട് ഈ സൈഡിലാണുള്ളത്, സോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നിന്റെ വീട് ഇവിടെ അല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ചോദിച്ചപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. നിന്റെ വീട് എവിടെയാണ് നിനക്ക് ഞാൻ അറിയാൻ ചോദിക്കുകയാണ്. നിനക്ക് വീട്ടിൽ പോയി ഇഷ്ടമല്ല അല്ലേ? എനിക്ക് വീട്ടിൽ പോയി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോളോ ചെയ്യാൻ നോക്കിയപ്പോൾ ഹീറോയിൻ പറയുകയാണ്, ഇനി നീ എന്നെ ഫോളോ ചെയ്ത് വന്ന നിനക്ക് എന്റെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന അർത്ഥം, സോ നീ എന്നെ ഫോളോ ചെയ്യില്ലെന്ന് പറയുകയാണ്. ആ വീണ്ടും മനഃപൂർവ്വം ഫോളോ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ സിയാങ്ങിനെ കളിക്കുന്നത്. സിയാങ് നേരെ വന്നത് ആന്റിയുടെ സ്റ്റോർ ഉണ്ടല്ലോ മറ്റേ ഹീറോയിന്റെ, സോ അങ്ങോട്ടേക്കാണ് വന്നത്. സോ അവിടെ നോക്കിയാൽ നമ്മുടെ ഹീറോയിനെ കാണാനില്ല. അപ്പൊ നമുക്ക് ഹീറോയിനെ കളിക്കുന്നത് നമ്മുടെ സൂഹുവും പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ശരി നിനക്ക് എന്ത് പറയണം നീ പറയുകയാണ്. നമ്മുടെ സൂഹു നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് നിനക്ക് കിസ് വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പം ഹീറോയിന് അത് ഇഷ്ടപ്പെട്ടില്ല. നീ എന്താ സംസാരിക്കുന്നത്, നിനക്ക് വട്ടാണോ ചോദിക്കുകയാണ്. ശരി നീ കാര്യം പറഞ്ഞു, നീ എന്തിന് ജോലിക്ക് പോകുന്ന ചോദിക്കുകയാണ് അവൻ. സോ അപ്പോഴാണ് അവള് ഉച്ചവരിൽ ചായ നിന്നിട്ട് എനിക്ക് സമ്പാദിച്ചാൽ ആരുമില്ല, എനിക്ക് സ്വന്തമായിട്ട് പറയാനേ ആവില്ല, സോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വേണ്ടി സമ്പാദിക്കുന്നത്, നിനക്ക് നല്ല പൈസയൊക്കെ ഉണ്ടല്ലോ, സോ നിനക്ക് തന്നെ കുറച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലെന്ന് സൂഹുവിന്റെ അടുത്ത് പറഞ്ഞപ്പോ അവനും ആ ചവരിൽ ചായഞ്ഞിട്ട് പണക്കാരുണ്ടോ,
എനിക്കും എന്റെ വീട്ടിൽ പോകാനേ താല്പര്യം, എനിക്ക് എന്റെ അച്ഛൻ്റെ അമ്മ ഇഷ്ടം പോലും അല്ല എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുക. നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ഹീറോ ഇല്ല എനിക്ക് ഇതിന്റെ ഇഷ്ടമൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ നേരെ നോക്കുന്നത് അവളുടെ ചുണ്ടാണ്. ചുണ്ട് നോക്കിയിട്ട് നിന്റെ ചുണ്ട് കാണുന്ന ഇങ്ങനെ സൗന്ദര്യമാണെന്നും ഇങ്ങനെ പറഞ്ഞ് വന്നപ്പോ തന്നെ അവള് പറയുകയാണ് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ എനിക്കറിയാം, അതിനിപ്പോ എന്തെന്ന് ചോദിക്കുകയാണ്. അവൻ കരാട്ടയാണ്, അവൻ തന്നെ അടിക്കുന്നൊക്കെ പറയുകയാണ്. കുഴപ്പമില്ല അടിക്കട്ടെ എന്ന് പറയണ. സോ ആ സമയം തന്നെ നമ്മുടെ ഹീറോയിന്റെ കവിളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പെട്ടെന്ന് കിസ് ചെയ്യുകയാണ് ഗൈസ്. സോ ഒരു പ്രാവശ്യം കിസ് ചെയ്താൽ പോരാ, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും കിസ് ചെയ്യും. സോ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് നിർത്തുകയാണ്. സോ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലായാലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി എനിക്ക് സെക്കൻഡ് എപ്പിസോഡ് കാണാനുള്ളത്, ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതേ ഉള്ളൂ, അപ്പം തന്നെ എക്സ്പ്ലനേഷൻ ഇടുകയും ചെയ്തു. എനിക്ക് മറ്റവന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. ഓക്കെ, നല്ല സീരീസ് എന്ന് കണ്ടു തുടങ്ങിയാണ്, എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, നമുക്ക് കണ്ടു വരുമ്പോൾ അറിയാം. ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ബൈ. പിന്നെ സ്ട്രേഞ്ചർ തിങ്സ് ഉണ്ട്, സ്ട്രേഞ്ചർ തിങ്സിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ആനിമയൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്, ഞാൻ മറ്റേ ഏതാ പേരെന്തോന്ന് മറ്റേ വെതറി വിക്തി ആ ആനിമയൊക്കെ ചെയ്തു, ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. റിവ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ ഡൺ, ബൈ.